ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ ബാധിതയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല. മോഷ്ടാവിനെക്കുറിച്ചുള്ള ഭയം കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാണ് ആക്രമണത്തിന് ഇരയായ വീട്ടമ്മ ഉഷ പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കീമോ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഉഷയെ കെട്ടിയിട്ട് ചികിത്സയ്ക്കായി സൂക്ഷിച്ചിരുന്ന 16,500 രൂപ കവർന്നത്. സംഭവം നടന്ന് ഒരാഴ്ചയാകുമ്പോഴും മോഷ്ടാവിനെക്കുറിച്ച് പോലീസിന് സൂചനകൾ പോലുമില്ല. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുവെന്നും ഫിംഗർ പ്രിന്റ് ലഭിച്ചുവെന്നും പറഞ്ഞിരുന്നുവെങ്കിലും അന്വേഷണത്തിൽ അലംഭാവം തുടരുകയാണ്. രേഖാചിത്രം തയ്യാറാക്കിയുള്ള അന്വേഷണവും നടന്നിട്ടില്ല. മോഷ്ടാവിനെക്കുറിച്ചുള്ള ഭയം മൂലം ഉറങ്ങാൻ പോലും ആകുന്നില്ല എന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ ഉഷ. സാറൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുവരുന്നു വന്ന സാറുമാരെല്ലാം എനിക്ക് ഉറപ്പ് തന്നിട്ടാണ് പോയത്. പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കും കൊച്ചിനും ചേട്ടനും അടുത്തുള്ള എന്നെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഒന്ന് കിടന്നുറങ്ങാനും എല്ലാത്തിനും ഒരു ഭയങ്കര പേടിയാണ്. അവനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിൽ പേടിയൊന്നും മാറിയേനെ. അടിമാലി ഇൻസ്പെക്ടർ നടത്തിവന്ന അന്വേഷണം പിന്നീട് ഇടുക്കി ഡിവൈഎസ്പിക്ക് കൈമാറിയിരുന്നു. ഡിവൈഎസ്പി സ്ഥലം മാറിപ്പോകുന്നതും അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഈ കുടുംബത്തിനുണ്ട്. അന്വേഷണത്തിലെ മെല്ലപ്പോക്കിനെതിരെ ജനകീയ പ്രതിഷേധവും ശക്തമാണ്. 24 തൊടുപുഴ.